ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞ അതേ ഇഖ്ലാസ് തന്നെയാണ്, അതേ അർത്ഥം തന്നെയാണ്. അജം നിർവി കൽപ്പം നിരാകാരമേകം നിരാനന്ദം ആനന്ദം അദ്വൈത പൂർണ്ണം പരം നിർഗുണം നിർവിശേഷം നിരീഹം പരബ്രഹ്മരൂപം ഗണേശം ഭജേമ എന്നുള്ള ഹിന്ദു ഇഖ്ലാസാണ്. ഇപ്പൊ സൂറത്തുൽ ഇഖ്ലാസാണ് ഹിന്ദു രീതിയിൽ അല്ലെങ്കിൽ ശ്ലോകത്തിൽ പറഞ്ഞ അതതിൻ്റെ അർത്ഥം. അജം ജനിക്കപ്പെട്ടിട്ടില്ല, ദൈവം എവിടെയെങ്കിലും ജനിച്ചിക്കണോ? അതല്ലേ ലം യലിദ് വലം യൂലദ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവൻ ജനിച്ചിട്ടുമില്ല, ആരും ജനിപ്പിച്ചിട്ടുമില്ല. ഏത് മക്കളായിട്ട് നമ്മളൊക്കെ അതിൻ്റെ സൃഷ്ടിയിലുണ്ട്, അല്ലാതെ പ്രത്യേകിച്ചൊരു പുത്രനെ ഒന്നും ജനിപ്പിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. അജം നിർവികൽപ്പം, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും കൽപ്പിക്കാൻ പോലും കഴിയാത്ത അത്ര ബൃഹദാണ് ദൈവം എന്നുള്ളതാ. നിരാകാരം, നിരാകാരനാണ്. ഏകം അഹദ്, അജം നിർവികൽപ്പം നിരാകാരമേകം. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഇതൊക്കെ നോക്കുകയാണെങ്കിൽ പറഞ്ഞ ക്രമം മാറിയിട്ടുണ്ടെന്നല്ലാതെ പറഞ്ഞ എല്ലാ ക്വാളിറ്റികളും ഇതിലൊക്കെ ഉണ്ട്.